Hello students, welcome back to EduPlus Academy. ഇന്ന് നമ്മൾ NIOS +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 15 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ നെയിം മാർക്കറ്റിംഗ് മിക്സ് അഥവാ വിപണന മിശ്രിതം എന്നാണ് ചാപ്റ്റർ നെയിം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ് അഥവാ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതോടൊപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള 4 ഘടകങ്ങളുണ്ട്. 4 P's എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ പ്രൊഡക്ട്സിനെ നമ്മൾ അതിൻ്റെ യൂസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഓൺ ദി ബേസ് ഓഫ് ദെയർ യൂസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റും അതുപോലെ പബ്ലിസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ ലേബലിംഗ് എന്നതിനെയൊക്കെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു പാക്കേജിങ്ങിൻ്റെയും ലേബലിങ്ങിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് എന്താണ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഏറ്റവും ഫലപ്രദവും കാര്യക്ഷമവുമായ രീതിയിൽ സ്വാധീനിക്കുവാനും നിറവേറ്റുവാനും ഉപയോഗിക്കുന്ന അഥവാ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ കൂട്ടമാണ് വിപണന മിശ്രിതം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ മാർക്കറ്റും എവറി മാർക്കറ്റ് ഈസ് ട്രൈങ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഏതൊരു മാർക്കറ്റും അവരുടെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംരക്ഷിക്കാനാണ് എല്ലാ മാർക്കറ്റേഴ്സും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ മറ്റ് പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടുള്ള മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ്, വലിയൊരു ടാസ്ക്കാണ് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ ഈ ഒരു വിപണന മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒത്തിണക്കി കൊണ്ടുപോയാലേ ഒരു പ്രോപ്പറായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് ആണ് മാർക്കറ്റിംഗ് മിക്സ്. അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉപയോഗിക്കുന്ന അവരുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് ടൂള് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഏറ്റവും ഫലപ്രദവും കാര്യക്ഷമവുമായ രീതിയിൽ സ്വാധീനിക്കുവാനും നിറവേറ്റുവാനും ഉപയോഗിക്കുന്ന നിയന്ത്രിക്കുന്ന ഘടകങ്ങളുടെ കൂട്ടമാണ് വിപണന മിശ്രിതം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. കോൺസെപ്റ്റ് ആൻഡ് കോമ്പണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് നോക്കാം. ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിങ്ങിൽ നിരവധി പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പിലെ ഉപഭോക്താക്കളെ സേവിക്കാൻ തീരുമാനിച്ചേക്കാം. ടാർഗറ്റ് ഗ്രൂപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉചിതമായ ഉൽപ്പന്നം, വില, വിതരണം, പ്രമോഷണൽ ശ്രമങ്ങൾ എന്നിവ നൽകി ഉൽപ്പന്നം വിപണിയിൽ സ്ഥാപിക്കണം. വിപണന ലക്ഷ്യം നേടുന്നതിനായി ഇവ സംയോജിപ്പിക്കുകയോ ഉചിതമായ അനുപാതത്തിൽ കലർത്തുകയോ ചെയ്യണം. ഉൽപ്പന്നം, വില, വിതരണം, പ്രമോഷണൽ ശ്രമങ്ങൾ എന്നിവയുടെ അത്തരം മിശ്രിതത്തെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനം ഒരു പ്രൊഡക്റ്റ് അവരുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഒരു സോപ്പ് ആണ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ആ ഒരു സോപ്പ് ആ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു സോപ്പ് അവിടെ വിറ്റ് പോവണമെന്നോ പോവണ്ടെന്നോ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താക്കും, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആളുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യും, അത് നല്ല രീതിയിൽ പാക്കേജ് ചെയ്യും. അതുപോലെ അതിൽ കൊടുക്കേണ്ട പാക്കേജിങ്ങിലൂടെ നമ്മൾ നല്ലൊരു അട്രാക്ഷൻ വരുത്താൻ നോക്കും, അതിൻ്റെ ഒരു ലുക്ക് കൂട്ടാൻ നോക്കും. പിന്നെ എന്താണ്, നമ്മൾ ലേബൽ ചെയ്യും, അതിലെന്തൊക്കെയാണ് ആ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നെയിം, അങ്ങനെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് ആ ഒരു പാക്കേജിങ്ങിൽ നമ്മൾ കൊടുക്കും. പിന്നെ അതിൻ്റെ കുറേ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളത്
ഒരു മാർക്കറ്റിലോട്ട് ഇറക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ അത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ആ ഒരു പരസ്യം ചെയ്യും ആ ഒരു പ്രൊഡക്റ്റിന്. എന്നിട്ട് ആളുകളിലേക്ക് എന്താണ് നമ്മളത് കൂടുതൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ നടത്തി അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മളാക്കും. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ്, അപ്പോൾ ഇപ്പം നമ്മളിപ്പം യങ്സ്റ്റേഴ്സിനെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളെയാണ് മെയിനായിട്ട് കുറച്ചും കൂടെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി നമ്മൾ പെൺകുട്ടികൾ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ആ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിൻ്റെ പ്രമോഷണൽ ശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഒത്തിണക്കി കൊണ്ടുപോകുന്ന ആ ഒരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അതാണ് നമ്മുടെ വിപണന ലക്ഷ്യം നേടുന്നതിനായിട്ട് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സംയോജിപ്പിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എല്ലാം ഒരേ റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ കലർത്തുകയോ ഉചിതമായിട്ടുള്ള അനുപാതത്തിൽ കലർത്തുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് സംയോജിപ്പിക്കുകയോ ചെയ്തിട്ടാണ് അങ്ങനെയാണ് നമ്മളൊരു വിപണന മിശ്രിതം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാവുക. ഉൽപ്പന്നം, വില, വിതരണം, പ്രമോഷണൽ ശ്രമങ്ങൾ എന്നിവയുടെയൊക്കെ അത്തരം മിശ്രിതത്തെ, ആ എല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതാണ് ഒരു മൊത്തത്തിലുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ഉള്ള ഒരു ഓവർവ്യൂ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിൻ്റെ. നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫിലിപ്പ് കോട്ട്ലർ പറയുന്നതനുസരിച്ച് വാങ്ങുന്നയാളുടെ പ്രതികരണത്തെ സ്വാധീനിക്കാൻ സ്ഥാപനത്തിന് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാവുന്ന വേരിയബിളുകളുടെ ഒരു കൂട്ടമാണ് മാർക്കറ്റിംഗ് മിക്സ്. ഈ സന്ദർഭത്തിൽ നിയന്ത്രിക്കാവുന്ന വേരിയബിളുകൾ 4 Pകളെ സൂചിപ്പിക്കുന്നു. അപ്പം ഫിലിപ്പ് കോട്ട്ലർ എന്താണ് പറയുന്നത്? ഇപ്പം നമ്മൾ വാങ്ങുന്ന കൺസ്യൂമറിൻ്റെ ആ ഒരു റെസ്പോൺസിനെ കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിന് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം കൺട്രോൾ വരുത്താവുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിന് 4 P ആയിട്ട് ഫിലിപ്പ് കോട്ട്ലർ പറയുന്നുണ്ട്. ആ ഒരു 4 Ps എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഈ ഒരു 4 Ps എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് അനുസരിച്ചിട്ട് വാങ്ങുന്നയാളുടെ പ്രതികരണത്തെ സ്വാധീനിക്കാൻ സ്ഥാപനത്തിന് ഉപയോഗിക്കാവുന്ന വേരിയബിളുകളുടെ ഒരു കൂട്ടമാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് ആരാണ് പറയുന്നത്? ഫിലിപ്പ് കോട്ട്ലർ. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ പറയുന്ന ആ ഒരു 4 Ps എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. ഇതാണ് ഈ ഒരു 4 Ps എന്ന് പറയുന്നത്. ഉൽപ്പന്നം, വില, സ്ഥലം, പ്രമോഷൻ. ഈ ഒരു 4 Psനെ സൂചിപ്പിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. നോക്കാം. ഉൽപ്പന്നം, വില, സ്ഥലം, വിതരണം അല്ലെങ്കിൽ പ്രമോഷൻ ഉപഭോക്തൃ സംതൃപ്തിയുടെ ഉയർന്ന തലം സൃഷ്ടിക്കാനും അതേസമയം അതിൻ്റെ സംഘടനാപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാനും കഴിയുന്ന 4 Pയുടെ അത്തരമൊരു ഘടന നിർമ്മിക്കാൻ ഓരോ സ്ഥാപനവും ശ്രമിക്കുന്നു. അതിനാൽ ടാർഗറ്റ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഈ മിശ്രിതം കൂട്ടിച്ചേർക്കപ്പെടുന്നു. കൂടാതെ ലഭ്യമായ വിഭവങ്ങളുടെ മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളും അനുസരിച്ച് ഇതൊരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഓരോ ബിസിനസ് ഫേമിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കോമ്പണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. അതിനെല്ലാം ഒത്തിണക്കി പോകുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് മിക്സ്. അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സംരക്ഷിക്കാനാണ് എല്ലാ മാർക്കറ്റും ശ്രമിക്കുക. അതിനു വേണ്ടി മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസിനെയാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപനം ഉപയോഗിക്കുന്നത്. ആ ഒരു മാർക്കറ്റിംഗ് ടൂളിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 4 എലമെൻറ്റ്സ് ആണ് ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിനുള്ളത്. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. അപ്പോൾ ഈ ഒരു 4 എലമെൻറ്റ്സിലൂടെയാണ് ഒരു ബിസിനസ് ഫേം അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. അപ്പോൾ 4 Pയിൽ വരുന്ന ഫസ്റ്റ് P എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം. വിപണിയിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും അല്ലെങ്കിൽ മൂല്യമുള്ള മറ്റെന്തിനേയും ഉൽപ്പന്നം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന ഗുഡ്സുകളോ അല്ലെങ്കിൽ സർവീസുകളിലോ ആ ഒരു പണത്തിൻ്റെ മൂല്യമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അത് ഗുഡ്സ് ഓർ സർവീസസ് ആവട്ടോ, ഗുഡ്സ് ഓർ സർവീസസ് ആവാം. അത് മൂല്യമുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയും.
അപ്പോൾ അത് ഫിസിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമല്ല, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസുകളും ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ എന്താണ്, നമ്മൾ സെയിൽസ് നടന്നതിന് ശേഷം വരുന്ന സർവീസുകളാണ് നമ്മൾ ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ സർവീസുകളൊക്കെ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സർവീസുകളായിക്കോട്ടെ, കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഇതെല്ലാം എന്താണ് സർവീസിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കെ എന്താണ് പ്രൊഡക്റ്റ് എന്ന കാറ്റഗറിയിൽ പെടും. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്ര മാത്രമേ ഉള്ളൂ. വിപണിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യമുള്ള മറ്റെന്തിനേയും എന്തെന്ന് പറയും, ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. നെക്സ്റ്റ് പി എന്താണ്, പ്രൈസ് അഥവാ വില. വില എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഉൽപ്പന്നം ലഭിക്കുന്നതിന് ഉപഭോക്താവ് നൽകേണ്ട പണത്തിനാണ് വില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടില്ല, എല്ലാത്തിനും നമ്മൾ അതിൻ്റേതായ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റ് ആ ഒരു ആളുകൾ നമുക്ക് തരുള്ളൂ. അപ്പോൾ ആ ഒരു നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്യുന്നത് അതിന് കൊടുക്കുന്ന വിലയാണ് നമ്മൾ പ്രൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉൽപ്പന്നം ലഭിക്കുന്നതിന് ഉപഭോക്താവ് നൽകേണ്ട, കൺസ്യൂമർ സെല്ലറിന് നൽകേണ്ട പണത്തിനെയാണ് വില എന്ന് പറയുന്നത്. മൂന്നാമത്തെ പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, പ്ലേസ് അഥവാ സ്ഥലം എന്ന് പറയുമ്പോൾ ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കൾക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളെ സ്ഥലം അഥവാ ഭൗതികമായ വിതരണം എന്ന് പറയുന്നു. ഇതിൽ വിപുലമായ 2 പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പം പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കുന്ന സ്ഥലത്തെയാണ് പ്ലേസ് എന്ന് പറയുന്നത്. ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സ്ഥലം അഥവാ ഭൗതിക വിതരണം എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പി എന്താണ്, പ്രമോഷനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള സന്ദേശം ജനങ്ങളെ അറിയിക്കുന്നതും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കേണ്ടതുമായ ശ്രമത്തെയാണ് വിൽപ്പന സംവർധന പ്രവർത്തനം അല്ലെങ്കിൽ പ്രമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ, കൺസ്യൂമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന് അതിന് വേണ്ട സന്ദേശങ്ങൾ അറിയിക്കുകയും അതുപോലെ ഉൽപ്പന്നം വാങ്ങാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നതാണ് പ്രമോഷനിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 4 P's എന്തൊക്കെയായിരുന്നു, പ്രൈസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. ഈ 4 P's ഏതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പണൻസ്. 4 കോമ്പണൻസ് ആണ് ഉള്ളത്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. ഓക്കെ, ഇതോ. അപ്പോൾ ഇത് നിങ്ങൾ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൊളാഷൊക്കെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി എഴുതാം കേട്ടോ. ടാർഗറ്റ് കൺസ്യൂമർ, അത് ആരൊക്കെ ടാർഗറ്റ് കൺസ്യൂമർ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. പിന്നെ പ്രൈസ്, പ്രമോഷൻ, പ്ലേസ്, പ്രൊഡക്റ്റ്, ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് അതിന് ഓരോന്നിനും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എഴുതുക കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത്രയുമാണ് എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആൻഡ് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യൂസ്. അപ്പോൾ പ്രൊഡക്റ്റിനെ കുറേ തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പ്രൊഡക്ട്സിന് നമുക്ക് മെയിനായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. കൺസ്യൂമർ പ്രൊഡക്ട്സും ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ പ്രൊഡക്ട്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കൺസ്യൂമർ പ്രൊഡക്റ്റും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും. ഈ കൺസ്യൂമർ പ്രൊഡക്ട്സിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡ്യൂറബിലിറ്റി ബേസിസിലും പിന്നെ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്. ഈ ഒരു 2 ബേസിൽ കൺസ്യൂമർ പ്രൊഡക്ട്സിനെ വീണ്ടും ഡ്യൂറബിലിറ്റീൻ്റെ ബേസിസിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡ്യൂറബിലിറ്റി ബേസ്. അതുപോലെ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ചെയ്യുന്നതിലൂടെയും നമ്മൾ വീണ്ടും കൺസ്യൂമർ പ്രൊഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഡ്യൂറബിലിറ്റീൻ്റെ ബേസിസിൽ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നോൺ ഡ്യൂറബിൾ പ്രൊഡക്ട്സ്, അതുപോലെ ഡ്യൂറബിൾ പ്രൊഡക്ട്സ്, പിന്നെ സർവീസസ്. അതുപോലെ തന്നെ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, കൺവീനിയൻസ് പ്രൊഡക്ട്സ്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്, ഇങ്ങനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? പ്രൊഡക്ട്സ് 2 തരത്തിലാണുള്ളത്, കൺസ്യൂമർ പ്രൊഡക്ട്സും ഉണ്ട്,
കൺസ്യൂമർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും ആണുള്ളത്. ആ ഒരു കൺസ്യൂമർ പ്രൊഡക്ട്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഡ്യൂറബിലിറ്റി ബേസസും അതുപോലെ തന്നെ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ്ഡ് ആയ അടിസ്ഥാനത്തിലും കൺസ്യൂമർ പ്രൊഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ ഡ്യൂറബിലിറ്റി ബേസിസിൽ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നോൺ ഡ്യൂറബിൾ, ഡ്യൂറബിൾ, സർവീസസ്. അതുപോലെ തന്നെ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് കൺവീനിയൻസ് പ്രൊഡക്ട്സ്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ്, അതുപോലെ സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ ഗുഡ്സ് വാങ്ങിക്കുന്നത് അവർ തന്നെയാണ് ആ ഗുഡ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു കസ്റ്റമർ ആണോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഒരു പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഡ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനെ നമ്മൾ പറയുകയാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അവർ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിലാണ് അവർ അൾട്ടിമേറ്റ് കൺസ്യൂമർ ആവുക. ചില കൺസ്യൂമേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്യാം, അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് ആരായിരിക്കും, മറ്റൊരാരെങ്കിലും ആയിരിക്കും, അവരുപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പം സാധനം മറിച്ച് വിൽക്കാനായിരിക്കും വാങ്ങിക്കുക ഈ ഒരു ആൾക്കാർ. പക്ഷെ ഇങ്ങനെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളെപ്പോലുള്ളവരാണ്. അവർക്ക് എന്താണ്, അവരുടെ ഉപയോഗത്തിന് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിനിപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക, ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറയുക. ആരാണോ ഗുഡ്സ് വാങ്ങിക്കുന്നത് അവർ തന്നെയാണ് ഗുഡ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ ആണ് നമ്മൾ അവരെ അൾട്ടിമേറ്റ് കൺസ്യൂമർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ഡ്യൂറബിലിറ്റി ബേസിസിൽ നമ്മൾ നോൺ ഡ്യൂറബിൾ, ഡ്യൂറബിൾ, സർവീസസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയ കാലയളവിലേക്ക്. അപ്പോൾ അത് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു നമ്മൾ എത്ര കാലം യൂസ് ചെയ്യുന്നു ആ ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ആ കാലയളവ് അനുസരിച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും വ്യത്യാസം. അപ്പോൾ എന്ന് വെച്ചാൽ നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുങ്ങിയ കാലയളവിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ ബേസ്. അതെന്ന് വെച്ചാൽ അത് കുറേ കാലം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉപഭോഗം നടത്താൻ കഴിയുന്ന സാധനങ്ങളെയും സേവനങ്ങളെയുമാണ് നമ്മൾ നോൺ ഡ്യൂറബിലിറ്റി ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ്, ചെറിയൊരു കാലയളവിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ എന്താ, ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജൻസ്, ബാത്തിങ് സോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് നോൺ ഡ്യൂറബിൾ ആയിട്ട് പറയാൻ പറ്റുക. ഇനി ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറബിൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിലും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളെയാണ്, അതുപോലെ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഉൽപ്പന്നങ്ങളെയൊക്കെയാണ് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അതിന് എക്സാമ്പിൾസ് എന്താണ്? നമ്മുടെ കിച്ചൺ ഗാഡ്ജറ്റ്സ്, പിന്നെ റെഫ്രിജറേറ്റർ, കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ്, ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ലോങ് റണ്ണിലേക്ക് വേണ്ടി വാങ്ങിക്കുന്നതായിരിക്കും. അതിനെന്താണ്, നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ഡ്യൂറബിൾ പ്രൊഡക്ട്സിന് എന്താണ് കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കാലത്തേക്ക് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസസ്, പിന്നെ കിച്ചൺ ഗാഡ്ജറ്റ്സ്, റെഫ്രിജറേറ്റർ, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഇതൊക്കെ എന്താണ് ഡ്യൂറബിൾ പ്രൊഡക്ട്സിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി സർവീസസ്, ഇപ്പോൾ ഡ്യൂറബിലിറ്റി ബേസിസിലുള്ള മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സർവീസസ്. സർവീസസ് എന്ന് പറഞ്ഞാൽ
നമുക്ക് തൊട്ട് നോക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഗുഡ്സിനെയാണ് നമ്മൾ സർവീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തരുന്നതായിരിക്കും ആ ഒരു സർവീസസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഒന്നെങ്കിൽ അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ആ ഒരു സർവീസസ്. അപ്പം നമ്മളത് പണം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം നമുക്കറിയാം അതിപ്പോൾ എന്തെങ്കിലും ഒരു ക്ലീനിങ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട് ചെയ്യുന്നതായിരിക്കട്ടെ, അതൊക്കെ ഒരു സർവീസാണ്. പക്ഷേ എന്താണ്, അതൊരു ഡ്യൂറബിലിറ്റി ബേസിസിൽ പറയുമ്പോൾ അതൊരു സർവീസ് തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ പണം കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസോ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതൊരു സർവീസസ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പിന്നെ എന്താണ്, ഇനി ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് എഫേർട്സ് ഇൻവോൾവിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കൺവീനിയൻസ് പ്രൊഡക്ട്സ് ഉണ്ട്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കൺവീനിയൻസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സൗകര്യപ്രദമായ അനായാസ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ സാധാരണയായി ഇടയ്ക്കിടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. വാങ്ങാൻ കാര്യമായ ശ്രമങ്ങൾ വേണ്ടാത്തതും പെട്ടെന്ന് വാങ്ങാവുന്നതുമാണവ. അവ അധികം ഈട് നിൽക്കുന്നവയല്ല, അവയുടെ യൂണിറ്റ് വില കുറവായിരിക്കും. വാങ്ങലുകളും പ്രധാനമായും സ്വാധീനിക്കുന്നത് ഉപഭോക്താവിൻ്റെ ശീലമാണ്. ഉദാഹരണത്തിന് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ബ്രെഡ്, മാസികകൾ, ബിസ്ക്കറ്റുകൾ മുതലായവയൊക്കെയാണ് ഈ ഒരു കൺവീനിയൻറ്റ് പ്രൊഡക്റ്റിന് എക്സാമ്പിൾസ്. അനായാസ ഉൽപ്പന്നങ്ങളുടെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. മുഖ്യ ഉൽപ്പന്നങ്ങൾ, ഉൾപ്രേരണ ഉൽപ്പന്നങ്ങൾ, അടിയന്തര ഉൽപ്പന്നങ്ങൾ. അപ്പോൾ കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവീനിയൻസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അനായാസമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ തരത്തിലുള്ള കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി വാങ്ങിക്കാൻ പറ്റുന്ന ഇത് ഒക്കെ എന്താണ്, കൺസ്യൂമർ പ്രൊഡക്ട്സുകളെയാണ് ഈ ഒരു കൺവീനിയൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു തരത്തിൽ കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കൺവീനിയൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളതും പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്നതോ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ പോയി വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഈ ഒരു കൺവീനിയൻസ് പ്രൊഡക്റ്റ് പറയുന്നത്. അതിനിപ്പോൾ എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ആയിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, ഒരു ക്രീംസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് കൺവീനിയൻസ് പ്രൊഡക്റ്റിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, മാസികകൾ, ബിസ്ക്കറ്റ് മുതലായവയൊക്കെ. അപ്പോൾ അതെന്താണ്, കാരണം നമുക്കത് വില കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. പിന്നെ നമുക്ക് എന്താണ്, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റുകളെ നമ്മൾ കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനങ്ങൾ സാധാരണയായി വാങ്ങുന്ന, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീടുകളിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു കൺവീനിയൻസ് പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ്, ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, വലിപ്പം, സ്റ്റൈല് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങളെ താരതമ്യപ്പെടുത്തി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണിവ. വാങ്ങൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഉപഭോക്താക്കൾ കാര്യമായി വിപണന ശ്രമം നടത്തുന്നു. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ അനായാസ ഉൽപ്പന്നങ്ങളെക്കാൾ വില കൂടിയവ ആയിരിക്കും. ഉദാഹരണത്തിന് ഫർണിച്ചർ, വസ്ത്രങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ഗുഡ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഉപഭോക്താവിന് സമയം ചെലവഴിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഷോപ്പിംഗ് ഗുഡ്സിൻ്റെ അണ്ടറിൽ വരിക. കാരണം എന്താണ്, അതിൻ്റെ വെറൈറ്റി, അതിൻ്റെ വൈവിധ്യമാണ് അതിൻ്റെ കാരണം. എക്സാമ്പിളാണ് ഈ ഒരു വില പിടിച്ച കാറുകളായിക്കോട്ടെ, തുണികൾ, ഇതൊക്കെ എന്താണ് ഷോപ്പിംഗ് ഗുഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എന്താണ്, നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ച് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഷോപ്പ് മാത്രം എയിം ചെയ്ത് പോയിട്ടായിരിക്കില്ല നമ്മളത് പർച്ചേസ് ചെയ്യുക. അത് നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് കമ്പയർ ചെയ്യും. അവിടുത്തെ ക്വാളിറ്റി, പ്രൈസ്, ക്വാണ്ടിറ്റി, സ്റ്റൈല് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിൽ പോയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഷോപ്പിംഗ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതിനെന്താണ്, ആ ഒരു നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അതിൻ്റെ റിവ്യൂ നമ്മൾ നോക്കും, അതിൻ്റെ എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ സൈഡും ചെക്ക് ചെയ്യും. അതുപോലെ എല്ലാ ഷോപ്പിലും ഉള്ള അതിൻ്റെ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ നോക്കി നമ്മൾ അത്രയും ആലോചിച്ചിട്ട് എടുക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ എന്താണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുത്ത് വരില്ല. അപ്പോൾ അതിനേക്കാൾ നല്ല ഡ്രസ്സ് വേറൊരു ഷോപ്പിലുണ്ട് എന്നുള്ളൊരു തോട്ടോടെയോ കൂടിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് തന്നെ. അപ്പം അങ്ങനെ. പിന്നെ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്രയും റിസർച്ച് ചെയ്തിട്ട് കാറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അതുപോലെ
വേറെ എന്ത് ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മൾ ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരു സോഫ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു അൽമര വാങ്ങിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് മാർക്കറ്റിലുള്ള എല്ലാ ഷോപ്പിലും നമ്മൾ ഒന്ന് സെർച്ച് ചെയ്തിട്ടേ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു സ്ഥലത്ത് നിന്നേ നമ്മളൊരു സാധനം എടുക്കുക. അങ്ങനത്തെ പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഗുഡ്സിൻ്റെ അണ്ടറിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സവിശേഷ ഉൽപ്പന്നങ്ങൾ. സവിശേഷ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇവ അതുല്യ സവിശേഷതകൾ ഉള്ളവയായിരിക്കും. വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വാങ്ങുന്നവരെ നല്ല ധാരണ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പ്രത്യേക ശ്രമം നടത്താൻ അവർ സന്നദ്ധരായിരിക്കും. അവ വളരെ വില കൂടിയതും എപ്പോഴും ബ്രാൻഡ് ഉൽപ്പന്നമായിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കാർ, TV, ക്യാമറ എന്നിവ. ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ എന്താണ്, ചില പ്രത്യേക സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. അപ്പോൾ എത്ര കഠിനമായ പരിശ്രമത്തിലൂടെയും നമ്മൾ എന്താണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സൊക്കെ നമ്മൾ സ്വന്തമാക്കും. ഇപ്പോൾ ഒരു കാറൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എന്താണ്, അവർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു കാർ എടുക്കും. ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് കുറച്ചുകൂടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്ട്സാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുക. പിന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എന്താണ് വാങ്ങിക്കാൻ ആളുകൾ എന്താണ് സ്പെഷ്യൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അത് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. അപ്പം ചില സമയം ഈ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയാം. ഈ ഒരു ക്രാഫ്റ്റ് വർക്കും ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഇങ്ങനെ നല്ല നല്ല വില കൂടിയ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ക്രേസ് ഉള്ള ആളുകൾ മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അത് വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ബയേഴ്സ് ഒന്നും ഈ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കണം എന്നില്ല ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അങ്ങനെയാണ് അപ്പോൾ അതിലൊരു ക്രേസ് ഉള്ളവരായിരിക്കും അത് വാങ്ങിക്കുക. അപ്പോൾ അതെന്ന് പറയുമ്പോൾ കുറച്ച് ഡിമാൻഡൊക്കെ എന്തായിരിക്കും ഇതിന് സാധാരണ കുറവായിരിക്കും. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ലല്ലോ, ഡിമാൻഡ് കുറവായിരിക്കും. പക്ഷേ പ്രൊഡക്റ്റ് എന്താണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് എല്ലാ സ്ഥലത്തൊന്നും അവൈലബിൾ ആയിരിക്കണമെന്നില്ല ഈ ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ പ്രൊഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്യൂറബിൾ പ്രൊഡക്ട്സും നോൺ ഡ്യൂറബിൾ പ്രൊഡക്ട്സും ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈടുള്ള ഉൽപ്പന്നങ്ങളും ഈടില്ലാത്ത ഉൽപ്പന്നങ്ങളും. ഈടുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവ കുറേ കാലം ഈട് നിൽക്കുന്നവയും നിരവധി വർഷങ്ങൾ നിലനിൽക്കുന്നവയുമായിരിക്കും ഡ്യൂറബിൾ ഗുഡ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് TV, റെഫ്രിജറേറ്റർ തുടങ്ങിയവയൊക്കെ. ഈടില്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നാൽ അല്പായുസുള്ള ഉൽപ്പന്നങ്ങളാണിവ. ഇവ പെട്ടെന്ന് ഉപയോഗിച്ച് തീരുന്നു. അതുകൂടാതെ കൂടെ വാങ്ങപ്പെടുന്നവയുമാണ്. ഉദാഹരണത്തിന് സോപ്പ്, ടൂത്ത്പേസ്റ്റ്, ലഘുപാനീയങ്ങൾ മുതലായവ. എന്നാണ് ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും കേട്ടോ, അതിൻ്റെ ഡെഫിനിഷനാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്പ്ലെയിൻ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്. ഇപ്പോൾ ചെലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വിലനിർണ്ണയം, ലക്ഷ്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള വിലനിർണ്ണയത്തെ പറ്റിയിട്ടാണ് ഇനി നോക്കാനുള്ളത്. അപ്പം നോക്കാം എന്താണ് ഈ ഒരു ചെലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു പ്രൈസിങ് പോളിസി എന്ന് നോക്കാം. ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇതിലെ പ്രധാന ഘടകം അതിൻ്റെ ചെലവാണ്. അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഘടകം എന്താണ്, അതിൻ്റെ ചെലവാണ്. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ചെലവ് എന്നതിൽ ഉൽപ്പന്നത്തിൻ്റെ ചെലവ്, വിതരണത്തിൻ്റെ ചെലവ്, വിൽപ്പന ചെലവ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ എത്രമാത്രം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാം എന്ന് ചെലവ് തീരുമാനിക്കുന്നു. പൊതുവെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ചെലവുകൾക്ക് മീതെ ലാഭത്തിൽ ഒരു മാർജിൻ കൂട്ടി തീരുമാനിക്കുന്നു. അതാണ് ഈ ഒരു ചെലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വിലനിർണ്ണയം. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൈസിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എത്രത്തോളം നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട്, അതിൻ്റെ റോ മെറ്റീരിയൽസിനായിക്കോട്ടെ, അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങിനായിക്കോട്ടെ, അതിൻ്റെ ഒരു പ്രൊമോഷനായിക്കോട്ടെ, അഡ്വർടൈസ്മെൻറ്റിനായിക്കോട്ടെ, അങ്ങനെ എത്രത്തോളം നമുക്ക് ചിലവ് വന്നു, ആ ഒരു ചിലവ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇടുന്നത്. അതാണ് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഈ ഒരു ചിലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയത്തിൻ്റെ കേസിൽ ചിലവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ ചിലവ് എന്നതിൽ നമുക്ക് വിതരണത്തിലുണ്ടായ ചിലവ്, വിൽപ്പനയ്ക്കുണ്ടായ ചിലവ്, അതൊക്കെ ഉൾപ്പെടും. അപ്പോൾ ആ ഒരു ഉൽപ്പന്നങ്ങൾ എത്രമാത്രം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാം എന്നാണ് ഈ ഒരു ചിലവ് തീരുമാനിക്കുന്നത്. പൊതുവെ എല്ലാ ബിസിനസ്സും സ്ഥാപനങ്ങളും ചിലവുകൾക്ക് മീതെ നമുക്ക് ലാഭത്തിലൊരു മാർജിൻ കൂട്ടിയിട്ടായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ ചിലവ് കഴിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഒരു ലാഭം കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ നമ്മുടെ ഒരു മാർജിൻ കൂട്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യാമെന്നാണ് ഈ ഒരു ചിലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയത്തിൽ പറയുന്നത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത കാര്യം എന്താണ്, ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയമാണ്. ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള വില നിർണ്ണയമാണ്. അതനുസരിച്ചിട്ട് ആ ഒരു തത്വം അനുസരിച്ചിട്ടാണ് പുതിയ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത്. എങ്ങനെയാണ്? ലക്ഷ്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയ തത്വം അനുസരിച്ചിട്ടാണ്. ഒരു സ്ഥാപനം കുറഞ്ഞ കാലയളവിൽ പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നിശ്ചയിക്കാവുന്നതാണ്. എന്നാൽ ദീർഘകാലം കൊണ്ടാണ് പരമാവധി ലാഭം ഉണ്ടാക്കാൻ സ്ഥാപനം ആഗ്രഹിക്കുന്നതെങ്കിൽ കുറഞ്ഞ വില നിശ്ചയിക്കുകയും വിപണി കൂടുതൽ കൈയടക്കുകയും ചെയ്യേണ്ടതാണ്. വിപണി വിഹിതത്തിൽ മേൽക്കൈ നേടുക, മത്സരാധിഷ്ഠിത വിപണിയിൽ നിലനിൽക്കുക തുടങ്ങിയ ഘടകങ്ങൾ വില നിർണ്ണയത്തിൽ പരിഗണിക്കാറുണ്ട്. അപ്പം നമ്മൾ ചെലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ആ ഒരു ചെലവ്, നമ്മുടെ ആ ഒരു ചെലവിന് പുറമെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ എന്താണ് ഒരു പ്രോഫിറ്റ് കിട്ടണം. അത്തരത്തിലുള്ള രീതിയിലായിരിക്കും നമ്മളൊരു വില നിശ്ചയിക്കുക. എന്നിട്ട് നമുക്ക് എത്ര കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ആ ഒരു പ്രൈസിങ് പോളിസിയിൽ നമ്മൾ നിശ്ചയിക്കുന്നത്, ചെലവ് അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ. നേരെ മറിച്ചിട്ട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസിങ് ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ഒരു മാർക്കറ്റിൽ ഇപ്പം 2 ടൈപ്പ് ബിസിനസ്മാൻ ഉണ്ടാവും. 2 ടൈപ്പ് ബിസിനസ്മാൻ 2 മെൻറ്റാലിറ്റി ആയിരിക്കും. ചില ആളുകൾ എന്താണ്, ചില ബിസിനസ്സുകാർ എന്താണ് ചിന്തിക്കുക? അവരുടെ പ്രൊഡക്റ്റ് ആ ഒരു കുറഞ്ഞ കാലയളവിൽ എന്താണ് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കണം. ആ ഒരു പ്രൊഡക്റ്റ് അവർ വിൽക്കുന്ന ആ ഒരു ആ ഒരു ഡ്യൂറേഷനിൽ എന്താണ് ആ ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു കാറ്റഗറി. മറ്റുള്ള കാറ്റഗറി എന്തായിരിക്കും? ആ ഒരു മാർക്കറ്റിൽ അവർക്കൊരു നല്ല രീതി, അവർക്ക് ചെറിയ മെല്ലെ മെല്ലെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. എന്താണ് അവർക്ക് ആദ്യം ആ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു മൊത്തം എന്താണ് അവരുടെ ഒരു പ്രൊഡക്റ്റിന് നല്ല രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടി അവർ ആദ്യം പ്രൈസ് കുറച്ച് കൊടുത്തിട്ട് പിന്നെ മെല്ലെ മെല്ലെ പ്രോഫിറ്റിലോട്ട് ആക്കാം എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും വേറെ ഒരു ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്കറിയാം 2 മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഈ ഒരു 2 മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരാൾ എന്താ പറയുന്നത് കുറഞ്ഞ കാലയളവിൽ തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുക? അവരുടെ ഉൽപ്പന്നങ്ങൾ എന്താണ് കൂടുതൽ വില, കുറഞ്ഞ കാലയളവിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടാകുമ്പോൾ അവരെന്ത് കാര്യം അവിടെ അപ്ലൈ ചെയ്യുക? അവരുടെ പ്രൊഡക്റ്റിന് വില കൂട്ടി വിൽക്കും. അതാണ് അവർ ചെയ്യുക. പക്ഷേ ലോങ് റണ്ണിലാണ് അവർക്ക് മാക്സിമം ലാഭം വേണ്ടതെന്നുണ്ടെങ്കിൽ അവരെന്താണ് ആദ്യം പ്രൊഡക്റ്റിന് എന്താണ് കുറഞ്ഞ പ്രൈസ് അവർ നിശ്ചയിക്കും. എന്നിട്ട് ആ ഒരു മാർക്കറ്റിൽ അവർക്ക് കൂടുതൽ ആ മാർക്കറ്റിനെ കയ്യിലെടുത്ത് കൂടുതൽ അവിടെ എക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് മെല്ലെ മെല്ലെ പ്രോഫിറ്റ് നേടും. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ? ഈ ഒരു കൂടുതൽ കാലം കൊണ്ട് മെല്ലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നിലനിൽക്കുക. അതാണ് എന്നും എക്സിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, അവരവിടെ നിലനിൽക്കും. പക്ഷെ പെട്ടെന്നൊരു കമ്പനി വന്നിട്ട് പെട്ടെന്ന് പ്രൊഡക്റ്റിന് വില കൂട്ടിയിട്ട് മാക്സിമം അവർക്ക് പ്രോഫിറ്റ് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു എത്തിക്സ് ഉള്ള ഒരു ബിസിനസ് അല്ലാന്നും നമുക്ക് പറയാം. പിന്നെ അവരധികം നിലനിൽപ്പ് അവർക്ക് അധികം ഉണ്ടാവില്ല. അവർ ആ ഒരു ചെറിയൊരു ടൈമിലുള്ള പ്രോഫിറ്റ് മാത്രമേ അവർ കണക്കാക്കുകയുള്ളൂ. പക്ഷെ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും ബെറ്റർ? ആ ഒരു മെല്ലെ മെല്ലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു 2 തരത്തിൽ ഈ ഒരു വില നമ്മുടെ ഈ ഒരു പ്രൈസിങ്ങിൻ്റെ 2 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങും ഉണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്ങും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ നമ്മൾ നമ്മുടെ എല്ലാ ചിലവും കഴിച്ചിട്ട് എല്ലാ ചിലവും നമുക്ക് ആയ വിൽപ്പന ചിലവും അതുപോലെ വിതരണത്തിൻ്റെ ചിലവ് അടക്കം നമ്മളെല്ലാം നോക്കിയിട്ടാണ് ഉൽപ്പന്നങ്ങൾക്ക് എത്രമാത്രം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാമെന്ന് നമ്മൾ ചിന്തിക്കുക, തീരുമാനിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു ചിലവ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൈസിങ്ങിലാണ്. മറ്റ് ലക്ഷ്യം അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രൈസിങ്ങിൽ എങ്ങനെയാണ് കുറഞ്ഞ അളവിൽ മാക്സിമം ലാഭം ഉണ്ടാക്കാനും ചിന്തിക്കും. അതുപോലെ തന്നെ ദീർഘകാലത്തിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കറ്റ് അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നും ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ആ ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള വില നിർണ്ണയവും ഉണ്ട്, അതുപോലെ തന്നെ ചിലവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വില നിർണ്ണയവും ഉണ്ട്. അതാണ് 2 ക്ലാസിഫിക്കേഷൻ പ്രൈസിങ്ങിൻ്റെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പാക്കേജിങ് എ പ്രൊഡക്റ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് പാക്കേജ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ് അല്ലെങ്കിൽ ആ മെയിൻ ഉദ്ദേശം എന്താണ്? അപ്പോൾ പാക്കേജിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ പാക്കേജ് ചെയ്യുകയാണ് ചെയ്യുക.
ആ ഒരു പാക്കേജിങ്ങിൽ അട്രാക്ട് ചെയ്തിട്ട് ആളുകൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തോന്നണം എന്നുള്ള ആ ഒരു മോട്ടീവോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പാക്കേജിങ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പാക്കേജ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പോയിന്റ്സ്, ആ ഒരു പർപ്പസ്, പാക്കേജിങ് ചെയ്യുന്നതുകൊണ്ടുള്ള പർപ്പസ് എന്തൊക്കെയാണ്? ഉൽപ്പന്നത്തെ തിരിച്ചറിയൽ, ഉൽപ്പന്നത്തിൻ്റെ സംരക്ഷണം, ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം സൗകര്യപ്രദമാക്കുക, ഉൽപ്പന്നത്തിൻ്റെ പ്രമോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാക്കേജിങ്ങിൽ ഇൻക്ലൂഡ് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാക്കേജിങ്ങിൽ പർപ്പസ് എന്തൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പാക്കേജിങ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്യും. ഒന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ റാപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുക, അങ്ങനെ കവർ വെച്ച് പൊതിയുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് ഒന്നെങ്കിൽ അത് കണ്ടെയ്നറിലോ ബോട്ടിലോ ജാറിലോ അല്ലെങ്കിൽ ഒരു ബാഗിലോ ടിന്നിലോ അങ്ങനെ ഏതൊരു ഫോമിലോ നമുക്ക് ഈ ഒരു പാക്കേജിങ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പാക്കേജ് ചെയ്യുക. അപ്പോൾ ഒരു പാക്കേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ തന്നെയാണെന്ന് പറയാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പാക്കേജിങ്ങിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ലേബലിംഗ് അല്ല, ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പാക്കേജിങ്ങിലൂടെ ആണെങ്കിൽ ആ ഒരു പാക്കേജിങ്ങിൽ അട്രാക്ട് ചെയ്തിട്ട് ഒരു സെയിൽസ്മാൻ്റെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യാൻ തോന്നും. പിന്നെ ആ ഒരു പാക്കേജിങ്ങിൻ്റെ പ്രത്യേകതയിൽ തന്നെ എന്താണ്, നമുക്കൊരു മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആ ഒരു പാക്കേജിങ്ങിൻ്റെ ഡിഫറൻസിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് പാക്കേജിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടും ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പാക്കേജിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പാക്കേജിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ പർപ്പസ് എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, കൺവീനിയൻസ്, പ്രമോഷന്, ഐഡൻറ്റിഫിക്കേഷന്, ബ്രാൻഡിങ്, ഇൻഫർമേഷൻ, ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ലേബലിംഗ്? ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നം ഉള്ളടക്കം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പത്രം, പെട്ടി എന്നിവയ്ക്ക് പാക്കേജ് എന്ന് പറയും. മുദ്ര രേഖപ്പെടുത്തുന്നതിനെ ലേബലിംഗ് എന്ന് പറയും. അപ്പോൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ ഉള്ളടക്കം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു പെട്ടിയോ എന്നിവയ്ക്കാണ് അതിനെ പാക്കേജ് എന്ന് പറയാം. ആ ഒരു പാക്കേജിങ്ങിൽ നമ്മൾ മുദ്ര രേഖപ്പെടുത്തുന്നതിനെയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലേബലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത പ്രൊഡക്റ്റിനെ ലേബൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ ലേബലിംഗ് ചെയ്യുക, അതാണ് ലേബൽ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ലേബൽ ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ലേബലിംഗിൽ നമ്മളൊരു പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളതിൽ ലേബൽ ചെയ്യും. ലേബൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്? പ്രൊഡ്യൂസറിൻ്റെ നെയിം, ആരാണത് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ നെയിം ഉണ്ടാവും, അതുപോലെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റീനെ പറ്റിയിട്ടുള്ളൊരു കാര്യം നമ്മൾ ലേബലിങ്ങിൽ കൊടുക്കും. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കും. പിന്നെ എന്താണ് എക്സ്പയറി ആവുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് എന്നാണ് എക്സ്പയറി ആവുന്നത്, ആ ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ ലേബലിങ്ങിൽ കൊടുക്കും. പിന്നെ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യൂസേജ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ്, ഇതെല്ലാം നമ്മൾ എന്താണ് ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ മേലെ ലേബൽ ചെയ്ത് കൊടുക്കും. അതുതന്നെയാണ് നമ്മൾ ലേബലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാക്കേജിങ് ലേബലിംഗ് ഒക്കെ അതിൻ്റെ ഒരു പർപ്പസൊക്കെ മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഡിഫൈൻ ദ ടേം പ്രമോഷൻ. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഉപഭോക്താക്കളെ അറിയിക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനമാണ് പ്രമോഷൻ. അപ്പോൾ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫേമിൻ്റെ അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിൻ്റെയും അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റീസിനെയൊക്കെ കുറിച്ചിട്ട് ആ ഒരു കൺസ്യൂമേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതും അതിലൂടെ അവർക്ക് എന്താണ് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അവരെ കൺസ്യൂമറിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രമോഷൻ്റെ എലമെൻറ്റ്സ് ഓഫ് പ്രമോഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഉൽപ്പന്നത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഇടപാടുകാരെ അറിയിക്കുന്നതും വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ ഒരു പ്രമോഷനിൽ ഉൾപ്പെടുക. അപ്പോൾ ഈ ഒരു പ്രമോഷൻ്റെ എലമെൻറ്റ്സ് നമുക്ക് എങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്?
നമ്മൾ പരസ്യം ചെയ്യലിലൂടെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ വിൽപ്പന പ്രോത്സാഹന പ്രവർത്തനങ്ങൾ നടത്താം. അതുപോലെ വ്യക്തിഗത വിൽക്കൽ നടത്താം, പ്രത്യക്ഷ വിപണനം നടത്താം, പൊതുജന സമ്പർക്കം, ഇതിലൂടെയൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് പ്രൊമോഷൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? 4 ഫങ്ഷൻസ് പെർഫോം ബൈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? തരംതിരിക്കൽ, സ്റ്റോറിങ്, സംഭരണം, അക്യുമുലേഷൻ, നീക്കിവെക്കൽ, അലോക്കേഷൻ, ഇടകലർത്തൽ, അസോർട്ടിങ്, ഉൽപ്പന്നങ്ങളുടെ പ്രമോഷൻ, പ്രൊഡക്റ്റ് പ്രമോഷൻ, നഷ്ടസാധ്യത ഏറ്റെടുക്കൽ, റിസ്ക് ടേക്കിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ 4 ഫങ്ഷൻസ് കേട്ടോ. ഇനി നമുക്ക് 4 ബ്രോഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഫിക്സേഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു 4 മെത്തേഡ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിനിമയ മൂല്യമാണ് അതിൻ്റെ വില. ഒരു ഉൽപ്പന്നം വാങ്ങുന്നയാൾ വിൽക്കുന്നയാൾക്ക് നൽകുന്ന പണത്തെ ഉൽപ്പന്നത്തിൻ്റെ വില എന്ന് പറയുന്നു. നല്ല രീതിയിലുള്ള വിലയിടൽ നയം ഒരു സ്ഥാപനത്തിന് പരമാവധി വിൽപ്പന നേടാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ്സിനൊരു എത്തിക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എത്തിക്സിൽ വരുന്ന ആ ഒരു മൂല്യമാണ് എന്ത്? നമ്മൾ അനാവശ്യമായിട്ട് ഓവർ പ്രൈസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ അന്യായമായിട്ടുള്ള വില ഒരു പ്രൊഡക്റ്റിന് കൊടുക്കരുത്. അത് എന്താണ്? ആ ഒരു എത്തിക്സ് ഉള്ള ഒരു ബിസിനസ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ന്യായമായിട്ടുള്ള വില, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വില ഒരു ന്യായമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് അവർ ഇടുകയാണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാനും അതുപോലെ അവരുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു പോളിസി നടപ്പാക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം നമുക്ക് ഈ ഒരു 4 പ്രൈസ് ഫിക്സേഷനിൽ വരുന്ന ഈ ഒരു 4 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഉൽപ്പന്നത്തിൻ്റെ ചെലവാണ്. നിശ്ചയിക്കുന്നതിലെ പ്രധാന ഘടകം അതിൻ്റെ ചെലവാണ്. ഉൽപ്പാദനത്തിൻ്റെ ചെലവ്, വിതരണ ചെലവ്, വിൽപ്പന ചെലവ് തുടങ്ങിയ ഉൾപ്പെടുത്തിയാൽ ഉൽപ്പന്നങ്ങൾ എത്രമാത്രം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാം അല്ലെങ്കിൽ ആ ഒരു തറ വിലയ്ക്ക് വിൽക്കാം എന്ന് തീരുമാനിക്കാം. സാധാരണഗതിയിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ചെലവുകൾക്ക് പുറമെ ലാഭത്തിൻ്റെ ഒരു മാർജിൻ കൂടി കൂട്ടിയാണ് വില നിർണ്ണയിക്കുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ വില നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളാണ് പറയുന്നത്. നമ്മുടെ വില നിർണ്ണയത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ഉൽപ്പന്നത്തിൻ്റെ ചെലവ്. ആ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റാണ് നമ്മൾ ആദ്യം കണക്കാക്കുക. ആ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പ്രൊഡക്റ്റിന് വിലയിടുന്നത്. സെക്കൻഡ് പോയിൻ്റ് എന്താണ്? പ്രയോജനവും ഡിമാൻഡും. അപ്പോൾ ദ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രയോജനവും ഡിമാൻഡിൻ്റെ തീവ്രതയുമാണ് ഉപഭോക്താവ് നൽകാൻ തയ്യാറാകുന്ന വിലയുടെ ഉയർന്ന പരിധി നിശ്ചയിക്കുന്നത്. അപ്പോൾ പ്രയോജനം, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നു അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ കൺസ്യൂമറിന് അത് എത്രത്തോളം ആവശ്യമുണ്ട് ആ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെയൊക്കെ ആ ഒരു തീവ്രത, ആ ഒരു പ്രയോജനവും ആ ഒരു ഡിമാൻഡിൻ്റെ തീവ്രതയുമാണ് ഒരു കൺസ്യൂമർ. അപ്പോൾ എത്ര അവർക്ക് ആവശ്യം. ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുക. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡിമാൻഡ് എപ്പോഴാണ് കൂടുക? ഗോൾഡിന് വെഡ്ഡിങ് സീസണിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. അതുപോലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുന്ന ഒരു സമയത്ത് അവർക്ക് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ കുറച്ച് ആ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗോൾഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഗോൾഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഗോൾഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആളുകളുടെ ആ ഒരു സിറ്റുവേഷൻ, അതുപോലെ അവരുടെ ഇതിപ്പോൾ എത്ര പൈസ കൂടിയാലും ഗോൾഡ് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വെഡ്ഡിങ്ങിന് നെസസറി ആണെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ആ ഗോൾഡ് വാങ്ങിക്കണം എന്നുള്ള ആ ഒരു എത്ര പാവപ്പെട്ടവനാണെങ്കിൽ ഗോൾഡ് വാങ്ങിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതാണ് നമ്മൾ പറയുന്നത്. അവരുടെ ആ ഒരു തീവ്രത, അവരുടെ ഒരു പ്രയോജനവും അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ്റെ ആ ഒരു ഇതും അതുപോലെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കൂടുന്നതനുസരിച്ച് അപ്പോൾ എത്ര കൂടിയാലും ആളുകൾ അത് വാങ്ങിക്കുന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്നും കൂടിക്കൊണ്ടിരിക്കും, ഡിമാൻഡ് കൂടുന്നത് കൊണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതാണ് മെയിനായിട്ട് നമ്മുടെ ആ ഒരു കൺസ്യൂമർ എത്രത്തോളം ആ ഒരു പൈസ അതിലോട്ട് കൊടുക്കും, അവർ എത്ര പൈസ കൊടുത്ത് അത് വാങ്ങിക്കുന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ഉയർന്ന പരിധി നിശ്ചയിക്കുന്നത്. ഈ ഒരു പ്രയോജനവും ഡിമാൻഡിൻ്റെ തീവ്രതയുമാണ് ഒരു കൺസ്യൂമർ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു വിലയുടെ ഉയർന്ന പരിധി നിശ്ചയിക്കുന്നത്. ഈ ഒരു ഉയർന്ന ഡിമാൻഡ് ഉപയോഗ്യമൂല്യവുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നിശ്ചയിക്കാവുന്നതാണ്.
അപ്പോൾ അത് എന്താണ് നമുക്ക് ഈ ഒരു ഇവർ ഇങ്ങനെ വാങ്ങി വെക്കുന്നത് എന്നും എന്താണ് ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. പക്ഷേ എന്നും വില കൂടുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്, അപ്പം എന്നും അതിൻ്റെ ഉയർന്ന വില നിലനിൽക്കും. അതുകൊണ്ട് എന്താണ് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള പർപ്പസിൽ ആളുകൾ എത്ര വില കൊടുത്തും അത് വാങ്ങിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡിന് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്. പിന്നെന്താണ് വിപണിയിലെ മത്സരത്തിൻ്റെ വ്യാപ്തി. ഇപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. കമ്പനിക്ക് വിപണിയിൽ മത്സരത്തെ ഒന്നും നേരിടാനില്ലെങ്കിൽ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ കമ്പനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ മത്സരമുണ്ടെങ്കിൽ എതിരാളികളുടെ വിലകൾ കൂടി പരിഗണിച്ച് വേണം വില നിശ്ചയിക്കാൻ. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള സ്ഥാപനങ്ങൾ നോക്കാം. അപ്പോൾ ആ ഒരു സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത സ്ഥലത്ത് എന്താണ് 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ മറ്റൊരെന്താവും അതിനേക്കാൾ ആ ഒരു റേഞ്ചിൽ തന്നെ പിടിക്കാൻ നോക്കും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നോക്കുക. അവർക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ ഒരു കമ്പനിക്ക് അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആ ഒരു വില നിശ്ചയിക്കാൻ പറ്റും. പക്ഷേ അവർക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ വിലയും കൂടെ പരിഗണിക്കുക. ആ ഒരു എതിരാളി എത്രയ്ക്ക് കൊടുക്കും ആ ഒരു ഇത് പരിഗണിച്ചിട്ടേ അവർ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് അവർ വില നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വിപണിയിലെ മത്സരത്തിൻ്റെ വ്യാപ്തി കൂടെ ഈ ഒരു പ്രൈസ് ഫിക്സിങ്ങിൽ വരുന്ന ഒരു ഫാക്ടറാണ്. ഈ ഒരു പ്രൈസ് ഡിറ്റർമിനേഷനിൽ വരുന്നൊരു ഫാക്ടറാണ് എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സർക്കാരും നിയമപരമായ നിയന്ത്രണങ്ങളും. ഇപ്പം ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ്. ഇപ്പോൾ ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ചില ഉൽപ്പന്നങ്ങളുടെ വില സർക്കാർ നിയന്ത്രിക്കും. ഉദാഹരണം ജീവൻ രക്ഷാ ഔഷധങ്ങളൊക്കെ. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ അപ്പോൾ എല്ലാം നമുക്ക് അങ്ങോട്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ചില പ്രൊഡക്റ്റുകൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ എന്താണ് ചില പ്രൊഡക്റ്റുകൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ് ഈ ഒരു പ്രൈസ് ഫിക്സിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കാണ് വില ഇടാനുള്ള അധികാരമുള്ളത്? ഗവൺമെൻറ്റിന് മാത്രമാണ്. അതാണ് ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻ. അപ്പോൾ സർക്കാർ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ എക്സാമ്പിൾ അതാണ്. ജീവൻ രക്ഷാ ഔഷധങ്ങൾ അതൊക്കെ. നെക്സ്റ്റ് വില നിർണ്ണയിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് വില നിർണ്ണയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. പുതിയ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള വില നിർണ്ണയ തത്വം അനുസരിച്ചാണ്. ഒരു സ്ഥാപനം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യത്തിനാട്ടോ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, കുറഞ്ഞ കാലയളവിൽ പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് ഉയർന്ന നില നിശ്ചയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലോങ് റണ്ണിൽ കൊണ്ടാണ് അവർ പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സ്ഥാപനം ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് എന്താണ് കുറഞ്ഞ വില നിശ്ചയിക്കാം. അപ്പോൾ ഈ ഒരു വിപണി കൂടുതൽ കൈയടക്കുകയും അതുപോലെ കൈയെടുക്കാം ആർക്ക് ഈ ഒരു ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ലക്ഷ്യത്തോടെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് എന്താണ് ആ ഒരു മാർക്കറ്റ് കൂടുതൽ കൈയടക്കാൻ പറ്റുന്നു. അതുപോലെ വിപണി വിവിധത്തിൻ്റെ മേൽക്കൈ നേടുക, മത്സരാധിഷ്ഠിത വിപണിയിൽ നിലനിൽക്കുക തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഈ ഒരു വില നിർണ്ണയത്തിൽ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു വില നിർണ്ണയത്തിൻ്റെ ലക്ഷ്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിസിറ്റി ആൻഡ് അഡ്വർടൈസിങ്. ഈ ഒരു പബ്ലിസിറ്റിയും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പരസ്യം എല്ലായ്പ്പോഴും വ്യക്തിഗതമല്ലാതെ ആയിരിക്കും, എന്നാൽ പബ്ലിസിറ്റി വ്യക്തിഗതമോ അല്ലാതെയോ ആകാം. നെക്സ്റ്റ് പോയിന്റ്, പരസ്യം നൽകൽ ആശയമിശ്രിതത്തിൻ്റെ ഭാഗമാണ്, എന്നാൽ പബ്ലിസിറ്റി ആശയമിശ്രിതത്തിൻ്റെ ഭാഗമല്ല. ആളുകളിൽ താല്പര്യവും അഭിലാഷങ്ങളും വളർത്തുവാൻ പരസ്യം നൽകുക വഴി പരിശ്രമിക്കുന്നു, എന്നാൽ വിവരങ്ങൾ നൽകുക മാത്രമാണ് പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിഫലം നൽകിയുള്ള ആശയവിനിമയമാണ് പരസ്യപ്പെടുത്തൽ. അതിനൊരു നിശ്ചിത സ്പോൺസർ ഉണ്ടായിരിക്കും, വേണമെന്നാൽ പബ്ലിസിറ്റിക്ക് പ്രതിഫലവും വേണ്ട, അതുപോലെ ഒരു സ്പോൺസറും വേണ്ട. പിന്നെ പബ്ലിസിറ്റിയും അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും രണ്ടാണ് അല്ലേ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പറയുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയുടെയൊക്കെ വിവരം നമ്മൾ നിശ്ചിതമായൊരു സ്പോൺസർ വഴി പ്രതിഫലം വാങ്ങി വ്യക്തിപരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമാണ് പരസ്യം ചെയ്യലെന്ന് പറയാം. പക്ഷേ നേരെ മറിച്ച് ഒരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമല്ലാതെയോ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പബ്ലിക്കിലോട്ട് അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. പരസ്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്
നമ്മൾ ആശയ മിശ്രിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. അതുപോലെ പബ്ലിസിറ്റി ഒരു ആശയ മിശ്രിതത്തിൻ്റെ ഒന്നും ഭാഗമല്ല. അപ്പോൾ അതെന്താണ്, നമ്മുടെ പരസ്യം എന്ന് പറയുമ്പോൾ എന്താണ്, ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് നടത്തിയിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിലൂടെ ആളുകളിലോട്ട് എത്തിക്കുന്നത്. അതിലൂടെ എന്താണ്, അവർക്ക് കൂടുതൽ വിവരങ്ങൾ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ അഡ്വർടൈസിങ്ങിലൂടെ പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് എന്താണ്, ഒരു ഇൻഫർമേഷൻ പറയുന്നത് മാത്രമാണ്, വിവരങ്ങൾ നൽകുക മാത്രമാണ് ഈ ഒരു പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു പരസ്യം എന്ന് പറയുന്നത് എന്താണ്, പ്രത്യേകിച്ച് നമ്മളൊരു ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മളൊരു ആക്ടറിനെ കൊണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യിക്കാൻ വിചാരിക്കുക. അവർക്ക് എന്താണ്, അവർക്കൊരു പ്രതിഫലം കൊടുക്കുന്നു, പ്രതിഫലം നൽകിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു പരസ്യപ്പെടുത്തൽ എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു സ്പോൺസർ ഉണ്ടാവും, അതൊക്കെ ഈ ഒരു പരസ്യത്തിന് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു പബ്ലിസിറ്റിക്ക് എന്താണ് അങ്ങനെ ഒരു പ്രതിഫലം കൊടുക്കേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സ്പോൺസറിനെ പ്രതീക്ഷ വെക്കേണ്ടതായിട്ടുള്ള ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ അതാണ് ഈ ഒരു പബ്ലിസിറ്റിയും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് മാർക്കറ്റിംഗ് മിക്സ് ആണ്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പനി അതിൻ്റെ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടും കാര്യക്ഷമമായ രീതിയിൽ സ്വാധീനിക്കുന്നതും നിറവേറ്റുവാനും ഉപയോഗിക്കുന്ന ഒരു ഘടകങ്ങളുടെ കൂട്ടമാണ് മാർക്കറ്റിംഗ് മിക്സ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ടൂൾസ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. അതിലെന്താണ്, അതിൻ്റെ 4 എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രമോഷൻ. ഈ ഒരു 4 എലമെൻറ്റും കൂടിയിട്ടാണ് ഒരു ബിസിനസ് ഫേമിന് അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. അപ്പോൾ എന്തൊക്കെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്, പ്രൊഡക്റ്റിനെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊഡക്റ്റും ഉണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും ഉണ്ട്. കൺസ്യൂമർ പ്രൊഡക്റ്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് ഡ്യൂറബിലിറ്റി ബേസിസിലും അതുപോലെ അതിൻ്റെ ഷോപ്പിംഗ് എഫേർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡ്യൂറബിലിറ്റി ബേസിസിൽ എന്തൊക്കെയായിരുന്നു, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്. ഷോപ്പിംഗ് എഫേർട്സിൻ്റെ അടിസ്ഥാനത്തിൽ കൺവീനിയൻസ് പ്രൊഡക്ട്സ് ഉണ്ട്, ഷോപ്പിംഗ് പ്രൊഡക്ട്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനും സബ് ക്ലാസിഫിക്കേഷനും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ പ്രൈസ് ഫിക്സിങ് ഒക്കെ. അഡ്വർടൈസ്മെൻറ്റും അത് പബ്ലിസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.